പൂർണിമ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ കാര്യം ഞാൻ ഇന്നലെ എന്റെ ഹസ്ബൻഡിനോട് ചർച്ച ചെയ്ത്. കത്ത് എഴുതുന്നത് ആരാണെന്ന് അറിയാണ്ട് ആക്ഷൻ എടുക്കുന്നത് എങ്ങനെയാന്നാ പുള്ളിക്കാരൻ. എന്താ ആളെ കണ്ടുപിടിച്ചോ? ഞാനൊരു പാവമാണ് ഫൗസിയ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് എല്ലാവരും കൂടെ എന്നെ. പൂർണിമ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ എത്രമാത്രം ആ കുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന്? ഫൗസിയ പറഞ്ഞപ്പോ ഞാൻ തമാശ എടുത്തു. ഇപ്പോഴെന്ത് തോന്നുന്നു? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. തിരുമേനി എനിക്കറിയാം, പക്ഷേ എന്റെ ഹസ്ബൻഡിന് തിരുമേനിയാണ് സംശയം. ഫൗസിയ, സത്യം പറയൂ, എന്തിനാ നിങ്ങൾ ആ കുട്ടിയെ വേദനിപ്പിക്കുന്നത്? നശിച്ചുപോയില്ലത്തെ പാവം നമ്പൂരിയാ ഞാൻ. ഞാനീ പല കോമാളിത്തരങ്ങളും കാണിക്കുന്നത് ഇല്ലത്തെ പ്രശ്നങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഫൗസിയ. എത്ര തവണ തോറ്റുപോറ്റാണ് ഞാനിവിടെ എത്തിയെന്നറിയോ? അത് ഞാൻ മണ്ണുതായതുകൊണ്ടല്ല, ഇല്ലത്തെ പ്രശ്നങ്ങളും വേദനകളും മാത്രമാണ് മനസ്സേറെ. പിന്നെങ്ങനാ പഠിക്കുക? അരി വാങ്ങാൻ കാശില്ലാത്ത അവസ്ഥയിൽ ഇല്ലത്ത് നിന്ന് ഫീസ് കൊണ്ടുവരാക്കൂ. ചിലവിന് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കൂട്ടുകാർക്ക് കത്തെഴുതി കൊടുക്കുക. ഞാനിതൊക്കെ വിശ്വസിക്കണമെന്നാണോ? സി, ഐ എം എ ഡിഫറെന്റ് മാൻ. ആര് വിശ്വസിച്ചാലും ഇല്ലേലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം ഫൗസിയ, ഞാൻ ഒരാളെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല. ഇനി ഇത്തരത്തിലൊരു കത്ത് കിട്ടിയ ദയവായി എനിക്ക് തരൂ. ഞാൻ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. ഏത് രീതിയിലും ഞാനിത് കണ്ടുപിടിക്കും. കോവിലത്തെ മച്ചിൽ ഭഗവതിയെ തൊട്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ മകൾക്ക് ഇതിനേക്കാൾ വലിയൊരു മഹാഭാഗ്യം വരാനില്ല. തമ്പിയുടെ ദുഷ്പ്രവൃത്തിയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോ ഒന്നും ആലോചിക്കാനില്ല. നാളെ രാവിലെ അവർ നിങ്ങളുടെ വീട്ടിലോട്ട് വരും. മുഹൂർത്തം അങ്ങ് നിശ്ചയിച്ചോളൂ. ആരോടും ഒന്നും ആലോചിക്കാതെ എല്ലാം തീരുമാനിച്ചോ? അത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമല്ലേ. എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. നീ അമ്മാവനെ കാണണം, സമ്മതം വാങ്ങണം. അമ്മാവന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. നീ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകനും. ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടേ കുട്ടി. അമ്മാവൻ എന്ത് ചെയ്യേ? മുതലാളിമാരുടെ സുഖവാസ കേന്ദ്രങ്ങളിൽ അന്തി ഉറങ്ങുക, ആനന്ദിക്കുക, അത് നേതാക്കന്മാരുടെ ഒരു അവകാശമാണ്. ചിലർ ചോദിച്ചു വാങ്ങുന്നു, ഞാൻ പിടിച്ചു വാങ്ങുന്നു. ഇനി ഞാൻ എന്താണോ കയ്യിൽ? ചമ്മന്തി. തൊഴിലാളി വർഗത്തിന്റെ മാസവരി കുറെ കയ്യിലുണ്ടല്ലേ? അയ്യോ, ആ പണം ഇവക്ക് ടിപ്പ് കൊടുക്കാനേ കഴിയൂ. ഈ ഡ്രസ് തമ്പി മുതലാളിയുടെ സ്പെഷ്യൽ പ്രസന്റാ. അദ്ദേഹത്തെ നല്ലോണം ഗവനിച്ചാൽ ഇതുപോലെ പലതും കിട്ടും. എടുപ്പിന്റെയും കുട്ടിപ്പിന്റെയും കാര്യത്തിൽ അദ്ദേഹം കർണനാ. പിന്നെ എങ്ങനെയൊക്കെ ഇരുന്ന കാര്യങ്ങള്. ഒരു ഇഞ്ചി ചമ്മന്തിയുടെ സുഖമുണ്ട്. പിന്നെ തൊഴിലാളികളുടെ കൈകൊണ്ടേ
ശരീരം ചമ്മന്തിയാതെ നോക്കണം കേട്ടോ. ആ സംസാരിച്ചിരിക്കാൻ സമയമില്ല. കർഷക സഹകരണ ബാങ്കിൽ ഇവക്ക് വേണ്ടി ഒരു ജോലിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭരണകക്ഷിയിലെ ചാണ്ടിക്കുഞ്ഞാണല്ലോ ചെയർമാൻ. ഞങ്ങള് തമ്മിൽ ഈയിടെ അല്പം ഒരു ഗുട്ടൻസിലാണ്. ഇവളുടെ ഒരു ജോലിയുടെ റെക്കമെൻഡേഷൻ ഞാൻ നടത്തിയിട്ടുണ്ട്. ചാണ്ടിക്കുഞ്ഞ് ഒരു ചാണ്ടിക്കുഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെയും കൊണ്ട് അങ്ങോട്ട് പോട്ടോ. നേതാക്കന്മാരുടെ ഒരു ലീലാവിനോദമേ. ഇപ്പൊ അത്രയും കാര്യം മുതലാളിയുടെ മുമ്പ് വെച്ചത് പറഞ്ഞാലേ അത് നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയാക്കാറ്. അതെ, മുതലാളി വളരെ പ്രശ്നം കേട്ടോ കേട്ടോ. ഇതുപോലെ ചിലപ്പോ ഇടയ്ക്കും മുറിക്കും ഒക്കെ സൗകര്യമുണ്ട്. ഇയാളെ പൊക്കിയെടുത്ത് നേരെ പാർട്ടി ഓഫീസിലെ കൊണ്ട്. രണ്ടു കാലം തളർന്നു കിടക്കുന്ന അമ്മ, കള്ളനോട്ട് കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്ന അച്ഛൻ, എനിക്ക് താഴെ 7 സഹോദരിമാരുണ്ട് സാർ. ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ എന്തെല്ലാം അനുഭവിച്ചു. നിനക്കൊരു ജോലിക്ക് വേണ്ടി ഞങ്ങളുടെ യൂണിയൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. ഞങ്ങളുടെ മഹിളാ സംഘം സെക്രട്ടറിയെ ഒന്ന് ഇന്ന് കാണും. ആരൊന്നും ചെയ്യും. സഖാവ് പോയി ഒരു കടലാസും പേരയും കുറച്ച് കറുത്ത മഷിയും ചുണ്ണാമ്പ് എടുത്തുണ്ട്. ആരും എന്നെ തല്ലല്ലേ, എനിക്ക് അല്പം ബ്ലഡ് പ്രഷർ ഉണ്ട്. പ്ലീസ് തല്ലരുത്. തമ്പിമാര് തന്നേച്ച കുറച്ച് ഇടിച്ചമ്മന്തിയാന്നേ. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മുതൽ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും, പിന്നെ ഈ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിരിക്കുന്നു. എഴുതപ്പെട്ട് തന്നേരും. അല്ല, അത് വേണോ? ഒപ്പിടട്ടെ. ഞാൻ ഒപ്പിടണോ? രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ ജനവഞ്ചന നടത്തുന്ന സാമൂഹ്യദ്രോഹികളായ എല്ലാ നേതാക്കന്മാരുടെയും അന്ത്യകൂദാശ ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. തലക്കെട്ട് ഈ നാട്ടിലെ പൗരന്മാരായ നമ്മളെ ഓരോരുത്തരെയും വഞ്ചിച്ചും ചൂഷണം ചെയ്തും സമ്പന്നരാകാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള കപട നേതാക്കന്മാരെ ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി ഈ നാട്ടിൽ നിന്ന് ഓടിക്കുവാൻ നമ്മളിതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.